നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ക്വാറി ഉൽപ്പന്നങ്ങളുടെ അന്യായമായ വില വർധനവ് പിൻവലിക്കണമെന്ന് ലെൻസ്ഫെഡ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നിലവിൽ വില വർദ്ധിപ്പിക്കേണ്ട യാതൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. ധിക്കാരപരമായ നിലപാടിനെതിരെ നിർമ്മാണ ബന്ദ് ഉൾപ്പെടെ അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നിർമ്മാണ മേഖല തകർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ക്വാറി ക്രഷർ ഉടമകൾ ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് 20% മുതൽ 27% വരെ വില വർദ്ധിപ്പിച്ചത് അന്യായമാണെന്നും വില വർധന പിൻവലിക്കണമെന്നും ലെൻസ്ഫെഡ് ഭാരവാഹികൾ പറഞ്ഞു. നാളിതുവരെ പറഞ്ഞതിൽ കൂടുതൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലാണ് ഈ ക്വാറി ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാത്ത രീതിയിലുള്ള ക്വാറി ഉടമകളുടെ ഈ വില വർധന ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ ഓരോ ക്രഷേഴ്സിൽ നിന്നും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് റേറ്റുകൾ എടുത്തിട്ടുണ്ട്. റേറ്റുകൾ എടുക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഈ നിരക്ക് വർധനയിൽ ഓരോ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഏത് അടിസ്ഥാനത്തിലാണ് ഈ വില വർധനവ് ഇവർ കൊണ്ടുവന്നതെന്ന് പറയാൻ കഴിയുന്നില്ല. ഒരു സ്ഥലത്ത് ചോദിക്കുമ്പോൾ പി സാൻഡ് ആണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് നമുക്ക് കിട്ടുന്നത് 75 രൂപ, മറ്റൊരു സ്ഥലത്ത് എം സാൻഡിന് ചോദിക്കുമ്പം 65 രൂപ. 2024 വില വർധനവിന് 40-45 രൂപ ഉള്ളെടുക്കുന്നതാണ്. ഈ ഓരോ ദിവസം കഴിയുന്നതിന് അതായത് നേരത്തെ നമ്മളെ വിവരം അറിയിച്ചുകൊണ്ടും സർക്കാർ അറിഞ്ഞുകൊണ്ടും കൂട്ടുന്നത് കൂടാതെ അല്ലാതെ തന്നെ 1 രൂപ 2 രൂപ നേരത്തെ ഇതുപോലെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വില വർധനവ് വരുന്നത്? നമുക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പെട്ടെന്നൊരു വില വർധനവ് വന്നിട്ടില്ല, അല്ലെങ്കിൽ GSTയിൽ എന്തെങ്കിലും വേരിയേഷൻ വരണം, അതുണ്ടായിട്ടില്ല. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ക്രമാതീതമായ ഒരു വില വർധനവ് ഇപ്പോൾ വന്നിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു രീതിയിലും പിന്നെ നമ്മളെപ്പോലെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു അസോസിയേഷന് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ 14 ജില്ലകളിലും ഒരേ ദിവസം തന്നെ ലെൻസ്ഫെഡ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് വരാൻ പോകുന്ന ഇതിന് കൃത്യമായ ഒരു നടപടി എടുക്കുന്നില്ലെങ്കിൽ ശക്തമായ നിർമ്മാണ ബന്ദിലേക്ക് കടക്കുന്ന രീതിയിൽ തന്നെ ലെൻസ്ഫെഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഇതിനെതിരെ തീരുമാനമെടുക്കും. തീർച്ചയായിട്ടും വില വർദ്ധിപ്പിക്കേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. സാധാരണയായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് സർക്കാരിന് നൽകേണ്ടുന്ന ടാക്സ് ഫീസ് ഇനത്തിലോ സെസ്റ്റ് ഇനത്തിലോ GSTയിലോ യാതൊരു വർധനവും ഏർപ്പെടുത്താത്ത സാഹചര്യത്തിലാണ് ക്വാറി ക്രഷർ ഉടമകൾ അന്യായമായി വില വർദ്ധിപ്പിച്ചത്. വർദ്ധിപ്പിച്ച വിലയിൽ വിട്ടുവീഴ്ച ചെയ്യാനോ സാധനങ്ങൾ ലഭ്യമാക്കാനോ ക്വാറി ഉടമകൾ തയ്യാറാകുന്നില്ല. ഇത്തരം ധിക്കാരപരമായ നിലപാടിനെതിരെ നിർമ്മാണ ബന്ദ് ഉൾപ്പെടെ അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജില്ലാ കമ്മിറ്റി അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രസീജ് കുമാർ KV, സെക്രട്ടറി ജഗത് പ്യാരി VC, മധുസൂദനൻ AC, പോളചന്ദ്രൻ, പുരുഷോത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.